തമിഴ്നാട്ടിൽ നിന്നും അയ്യപ്പ ഭക്തരുമായി എത്തിയ വ്യാജവാഹനം കുമളിയിൽ മോട്ടോർ വാഹന വകുപ്പ് പിടികൂടി. ചെന്നൈ സ്വദേശിയുടെ ഉടമസ്ഥതയിലുള്ള ഫോഴ്സ് ട്രാവലർ മറ്റൊരു വാഹനത്തിന്റെ രേഖകളും നമ്പരും ഒട്ടിച്ചാണ് കേരളത്തിലേക്ക് എത്തിച്ചത്. മോട്ടോർ വാഹന വകുപ്പിന്റെ പരിശോധനയില്ലാത്ത കമ്പംമെട്ട് ചെക്ക് പോസ്റ്റ് വഴി ഇത്തരത്തിൽ നിരവധി വ്യാജ വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ടെന്നാണ് സൂചന. കർണാടകയിൽ നിന്നും ട്രെയിൻ മാർഗം ചെന്നൈയിലെത്തിയ അയ്യപ്പ ഭക്തർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് വാഹനം വാടകയ്ക്കെടുത്തത്. കുമളിയിൽ മോട്ടോർ വാഹന വകുപ്പ് ചെക്ക് പോസ്റ്റിലെത്തിയ വാഹനത്തിന്റെ ഡ്രൈവറുടെ ഇടപെടലിൽ അസ്വാഭാവികത തോന്നിയതോടെ ഉദ്യോഗസ്ഥർ വാഹനത്തിന്റെ രേഖകൾ പരിശോധിക്കുകയായിരുന്നു. തമിഴ്നാട്ടിൽ ഓടുന്ന മറ്റൊരു വാഹനത്തിന്റെ രേഖകളും നമ്പരും പതിപ്പിച്ചാണ് വാഹനം എത്തിയതെന്ന് പരിശോധനയിൽ കണ്ടെത്തിയതായി അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ മനീഷ് കെ സി പറഞ്ഞു. കുമളി ആറ്റുകാൽ ചെക്ക് പോസ്റ്റിൽ ഡ്യൂട്ടി നോക്കി വരുവേ ഒരു തമിഴ്നാട് വാഹനത്തിന്റെ പെർമിറ്റ് അവർ വെരിഫിക്കേഷന് ഹാജരാക്കിയ സമയത്ത് ഈ പെർമിറ്റ് കൊണ്ടുവന്ന ഡ്രൈവറുടെ സ്വഭാവത്തിന്റെ അസ്വാഭാവികത തോന്നുകയും ഞങ്ങൾ ഈ പെർമിറ്റ് ഡീറ്റെയിൽ ആയിട്ട് പരിശോധിച്ചപ്പോൾ ഇത് ഐഷർ മോട്ടോഴ്സ് നിർമ്മിച്ച വാഹനത്തെയാണെന്ന് മനസ്സിലായി. അതിന് പ്രകാരം ഈ വാഹനം ഞങ്ങൾ പരിശോധിച്ചപ്പോൾ ഇത് ഫോഴ്സ് മോട്ടോഴ്സിന്റെ ട്രാവലർ ആണെന്ന് മനസ്സിലായി. അതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ അതിന്റെ ചേസിസ് നമ്പർ അതിന്റെ ജെന്യൂനിറ്റി അറിയാനായിട്ട് ഈ വാഹനത്തിന്റെ ചേസിസ് നമ്പർ ഞങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പരിശോധിച്ചപ്പോൾ ഈ വാഹനം അതായത് ഈ ഡ്രൈവർ കൊണ്ടുപോകുന്ന ഡോക്യുമെന്റ് ഫോർജഡ് ആണെന്ന് മനസ്സിലായിട്ടുള്ളതാണ്. ആയതിന് പ്രകാരം ഈ വാഹനം ഞങ്ങൾ കസ്റ്റഡിയിൽ എടുക്കുകയും ഈ വാഹനത്തിൻ്റെ ഡ്രൈവറെ ഞങ്ങൾ കുമളി പോലീസ് സ്റ്റേഷനിലേക്ക് വിടുകയും ചെയ്തിട്ടുള്ളതാണ്. ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നത് കർണാടകയിൽ നിന്നും വന്ന 12 അയ്യപ്പ ഭക്തരായിരുന്നു. ഇവർ കർണാടകയിൽ നിന്ന് ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങുകയും അവിടെ നിന്ന് വാടകയ്ക്ക് ഈ മാക്സി ക്യാബ് വിളിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അവർക്ക് ഈ വാഹനമായിട്ട് യാതൊരു ബന്ധവുമില്ലെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അവരെ ഞങ്ങൾ 2 വാഹനങ്ങളിലായിട്ട് കുമളി ടാക്സി സ്റ്റാൻഡിൽ നിന്നും 2 വാഹനങ്ങൾ അറേഞ്ച് ചെയ്ത് ശബരിമലയിലേക്ക് ദർശനത്തിനായിട്ട് വിടുകയും ചെയ്തിട്ടുള്ളതാണ്. ഈ ഡ്രൈവറെ ചോദ്യം ചെയ്തിരുന്ന എന്തെങ്കിലും ഡ്രൈവറെ ഞങ്ങൾ ചോദ്യം ചെയ്തപ്പോൾ അദ്ദേഹത്തിന് ഈ വാഹനത്തിന്റെ ഒരു ആക്ടിംഗ് ഡ്രൈവറായിട്ട് ഇന്ന് കയറിയിട്ടുള്ളതാണ് പറയുന്നത്. വേറൊരു ഡോക്യുമെന്റ്സും ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നില്ല. തമിഴ്നാട്ടിലെ ആരുടെ വാഹനം അങ്ങനെ കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്? തമിഴ്നാട്ടിലത്തെ ഒരു ഓണറുടെ പേര് പറയുന്നുണ്ട്, പെർമിറ്റുള്ള ഓണറുടെ പേര് പറയുന്നുണ്ട്. അദ്ദേഹത്തിന് ഈ നമ്പറുള്ള വേറെ വാഹനം ഉണ്ടെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയും. ഈ ഒരു സീസണിൽ തിരക്ക് കാരണം മറ്റു ചെക്ക് പോസ്റ്റുകളിലും ഒരുപാട് വാഹനങ്ങൾ നമുക്ക് ഇങ്ങനെ പോകാൻ സാധ്യതയുണ്ട്. ഇതിന്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വാഹനങ്ങൾ ഈ വ്യാജ നമ്പറുകൾ അല്ലെങ്കിൽ കൂടുതലായിട്ട് വാഹനങ്ങൾ വന്നു കഴിയുമ്പോൾ എന്തെങ്കിലും ഒരു അപകടത്തിൽപ്പെടുകയാണെങ്കിൽ നമുക്ക് ഇൻഷുറൻസ് പരിരക്ഷ പോലും ലഭിക്കുന്നതല്ല. കാരണം ഈ അയ്യപ്പ ഭക്തർ അറിയുന്നില്ല ഇത് നമ്പർ പേക്കാണോ അല്ലെങ്കിൽ കൊണ്ടോ അവരറിയുന്നില്ല. ഒരേ നമ്പറിൽ പല വാഹനങ്ങൾ ഇങ്ങനെ ചെക്ക് പോസ്റ്റുകൾ കടന്ന് വരികയുണ്ടാകും. വരാനുള്ള സാധ്യതകൾ ഒരുപാടാണ് ഈ സീസണിൽ. ചെന്നൈ സ്വദേശിയായ ആൽവിൻ എന്നയാളുടെ ഉടമസ്ഥതയിലുള്ളതാണ് വാഹനമെന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. വാഹനത്തിലുണ്ടായിരുന്ന രേഖകൾ ഇയാളുടെ തന്നെ മറ്റൊരു വാഹനത്തിൻ്റെതാണ്. ശബരിമല സീസൺ മുൻനിർത്തി ഇത്തരത്തിൽ നിരവധി വാഹനങ്ങൾ കേരളത്തിലേക്ക് എത്തുന്നുണ്ടെന്നാണ് വിവരം. മോട്ടോർ വാഹന വകുപ്പിന്റെ പരിശോധനയില്ലാത്ത കമ്പംമെട്ട് ചെക്ക് പോസ്റ്റിലൂടെയാണ് ശബരിമലയിലേക്ക് എത്തുന്ന വാഹനങ്ങൾ കടന്നു പോകുന്നത്. ഈ ചെക്ക് പോസ്റ്റിലൂടെ ഇത്തരത്തിലുള്ള നിരവധി വ്യാജ വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ട്. അയ്യപ്പ ഭക്തർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലുള്ള പരിശോധനകൾ വേണ്ട എന്ന നിർദ്ദേശം മുതലെടുത്താണ് ഇത്തരക്കാർ കേരളത്തിലേക്ക് വാഹനങ്ങൾ എത്തിക്കുന്നത്. മതിയായ പെർമിറ്റ് എടുക്കാതെ കടന്നുവരുന്ന വാഹനങ്ങളും ഏറെയാണ്.